ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ റോളിൻ്റേതാണ്. നമ്മളെല്ലാവരും ബേക്കറിയിൽ നിന്ന് വളരെ ഇഷ്ടത്തോടെ വാങ്ങിക്കഴിക്കുന്ന ഒന്നാണ് ഈ ചിക്കൻ റോൾ. അത് നമുക്ക് വീടുകളിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ചിക്കൻ റോൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത കഷ്ണങ്ങൾ നോക്കിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ ചിക്കൻ പീസസ് ഒരു കടായിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് വെന്ത് കിട്ടുന്നതിന് വേണ്ടി 1 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിവിടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ പീസസ് വെന്ത് കഴിയുമ്പോൾ കടായിൽ വീണ്ടും വെള്ളം കിടക്കുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം അത് മുഴുവനായിട്ട് വറ്റിച്ചെടുക്കുക. ഇനി ഇത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചിക്കൻ പീസസ് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി ഞാനിവിടെ ഒരു കടായി ചൂടാക്കിയതിന് ശേഷം ഇതിൽ 3 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് ഞാൻ 8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നു. ഞാനിത് ഏകദേശം 30 സെക്കൻഡ് സമയത്തോളം ഒന്ന് വഴറ്റിയെടുക്കുന്നു. അതിനുശേഷം ഒരു വലിയ സവോള ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ 3 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ളതും 1/2 സ്പൂൺ ഉപ്പും ചേർക്കുന്നു. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഈ ഒരു പാകത്തിൽ വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് 1/2 സ്പൂൺ മീറ്റ് മസാലയും 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 സ്പൂൺ ഗരം മസാലയും 1/2 സ്പൂൺ പെപ്പർ പൗഡറും 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലോട്ടാക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി കിട്ടണം. ഇതാ ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കൻ്റെ പീസസ് ഈ പൊടിയുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. ചിക്കൻ നേരത്തെ തന്നെ വേവിച്ചെടുത്തിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സായി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലോട്ട് 1 കപ്പ് മൈദ ചേർക്കുന്നു. 1/4 സ്പൂൺ ഉപ്പ് കൂടി ഞാനിതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ലൂസ് ബാറ്ററാക്കി ഇളക്കിയെടുക്കുക. ഒരു സ്പൂണോ വിസ്കോ ഉപയോഗിക്കുക. ഈ രീതിയിൽ നല്ല ലൂസായിട്ടുള്ള ബാറ്ററാക്കി വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഒരു തവ ഫ്ലെയിം ഓൺ ചെയ്ത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കുന്നു. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് 1.5 തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ തവ ഇതുപോലെ ചുറ്റിച്ച് ഈ ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കട്ടി കുറഞ്ഞ് ഇതുപോലെ കിട്ടുന്നതായിരിക്കും. ഇനി ഇത് ഏകദേശം ഒരു 30 സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഈ തവയിൽ നിന്നും ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിന് ഒട്ടും കളർ ചേഞ്ച് വരാനും പാടില്ല. ഇനി ഇത് സാധാരണയായിട്ട് ദോശയൊക്കെ ചുടുന്നത് പോലെ ഒരു തവി കൊണ്ട് കോരി ഒഴിച്ച് ഇതുപോലെ പരത്തി ചുട്ടെടുക്കാവുന്നതാണ്. എങ്കിലും ആദ്യത്തെ രീതി തന്നെ ഫോളോ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ചുട്ടെടുക്കുമ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വെക്കരുത്. കാരണം ഇത് ഒട്ടിപ്പിടിച്ചു പോകും. ഓരോന്നും ചുട്ടെടുത്തതിന് ശേഷം ഒന്നുകിൽ സെപ്പറേറ്റ് പ്ലേറ്റ്സിൽ ആക്കി വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫില്ല് ചെയ്തതിന് ശേഷം റോൾ ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഇതിൽ എങ്ങനെയാണ് ഫില്ലിങ് വെച്ച് റോൾ ചെയ്തെടുക്കുന്നതെന്ന് പറയാം. ഞാൻ അതിനായിട്ട് നമ്മൾ ചുട്ടതിൽ നിന്നും ഒരെണ്ണം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ സൈഡിൽ ഇതുപോലെ ഞാനിപ്പോൾ 1.5 സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം ഇതുപോലൊന്ന് കവർ ചെയ്യുക.
അതിനുശേഷം റൈറ്റ് സൈഡിൽ നിന്നും ഈ ഫ്ലാപ്പ് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. പിന്നീട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇതുപോലെ കവർ ചെയ്യുക. അതിനുശേഷം കൈകൊണ്ട് ഇതുപോലെ ഫ്രണ്ടിലോട്ട് റോൾ ചെയ്ത് എടുക്കുക. ഞാനിപ്പോൾ ഇതെല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് റസ്ക് പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടിച്ചതോ എടുക്കുക. ഇനി നമ്മൾ തൊട്ട് മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ റോള് ആദ്യമേ ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഇതുപോലെ പൊതിഞ്ഞെടുക്കുക. ഇങ്ങനെ എല്ലാ റോൾസും മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കുക. ഇനി നമുക്ക് മറ്റൊരു ഫ്രൈ പാൻ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് ചിക്കൻ റോൾസ് ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരുപോലെ തന്നെ എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും. എണ്ണയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുക. ഞാനിത് വീണ്ടും ഒന്നുകൂടി മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുവാണ്. ഇപ്പോൾ ചിക്കൻ റോൾസ് എല്ലാം വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ സമയം കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.